Hello everyone. So welcome to a new video. ജോലി കഴിഞ്ഞ് ജസ്റ്റ് വന്നു, നമ്മൾ മീല് കഴിക്കും, നമ്മൾ നേരെ നമ്മുടെ വർക്കൗട്ടിന് പോവുകയാണ്. പക്ഷെ അതിനു മുന്നേ ഇപ്പം ട്രെൻഡിങ് ആയി നിൽക്കുന്ന ഒരു കാര്യത്തെ പറ്റി എൻ്റെ വ്യൂ അത് നിങ്ങളോട് പറയണമെന്ന് തോന്നി. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ഒത്തിരി കാര്യങ്ങളുണ്ട്, ഒന്നും മറന്നു വരിക്കാൻ വേണ്ടി എല്ലാം ഇങ്ങനെ നോട്ടായിട്ട് ഇങ്ങനെ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. സോ ആദ്യം തന്നെ നാറ്റി ഓർ നോട്ട്, ആ ഒരു മിസ്റ്റർ കേരള കോമ്പറ്റീഷൻ നടന്നതിൽ ഞാൻ തുടങ്ങുന്നതിന് മുന്നേ ഞാൻ കുറേ കാര്യങ്ങൾ പറയാം. സ്റ്റെറോയിഡ് എടുക്കുന്നവരോടും സ്റ്റെറോയിഡ് എടുക്കാത്തവരോടും എനിക്ക് രണ്ട് പേരോടും ബഹുമാനമേ ഉള്ളൂ. രണ്ട് കൂട്ടരും അവരുടേതായ ഹാർഡ് വർക്ക് ചെയ്തിട്ടാണ് ഓരോ സ്റ്റേജിൽ നിൽക്കുന്നത്. ഒരു കോമ്പറ്റീഷനിൽ ഫേക്ക് ചെയ്ത് കയറുന്നത് നല്ലതാണെന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. പക്ഷേ ഞാൻ എൻ്റെ വ്യൂ പോയിൻറ്റ്സ് ഞാൻ ഫുള്ള് ഈ വീഡിയോ കൊണ്ട് പറയാൻ ഉദ്ദേശിക്കുന്നു. ഉറപ്പായിട്ടും ഇതിനെതിരെ അഭിപ്രായമുള്ളവർ കാണും, സപ്പോർട്ട് ചെയ്യുന്നവരും ഒത്തിരി കാണും. പക്ഷേ ഇറ്റ്സ് നോർമൽ ടു ഹാവ് ഡിഫറെൻറ്റ് ഒപ്പീനിയൻ. എൻ്റെ പെർസ്പെക്റ്റീവ് ഞാൻ സംസാരിക്കുന്നതെന്ന് മാത്രം. ദ വെരി ഫസ്റ്റ് തിങ്, ഇപ്പം ഞാൻ ഈ മെൻഷൻ ചെയ്യുന്ന ഈ അത്ലീറ്റ്സിനോട് എനിക്ക് പേഴ്സണലി ഒരു വിരോധമോ ഒന്നുമില്ല. ഇപ്പോൾ ചില ഫോട്ടോസും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കാണിക്കുമ്പോഴത്തേക്കും ലൈക്ക് അവർ തന്നെ പോസ്റ്റ് ചെയ്തിട്ടുള്ള ഫോട്ടോസും കാര്യങ്ങളൊക്കെയാണ്. ഞാൻ അവരെ ഡീഗ്രേഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നതോ അല്ലെങ്കിൽ ഒരാളെ മാത്രം പൊക്കി പറയാൻ ഉദ്ദേശിക്കുന്നത് അങ്ങനത്തെ ഒരു കാര്യമല്ല. ജസ്റ്റ് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് ഞാൻ എന്താണ് ചിന്തിക്കുന്നത് എന്ന് കാണിക്കാൻ വേണ്ടി മാത്രമാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. സോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. വെരി ഫസ്റ്റ് തിങ് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, എനിക്കിവരെ ആരും പേഴ്സണലി അറിയത്തില്ല. സോ ഇതിൽ നിന്ന് എനിക്ക് പറയാനുള്ള കാര്യം, അവർ നാച്ചുറലാണോ അല്ലയോ എന്ന് എനിക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടായിരിക്കും, ചിലപ്പോൾ സ്റ്റെറോയിഡ് എടുത്തിട്ടില്ലായിരിക്കും. പക്ഷേ എനിക്ക് 100% ഉറപ്പ് പറയാൻ പറ്റുന്നൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇപ്പോൾ പേരെടുത്ത് പറയുകയാണെങ്കിൽ ഒരാളുടെ പേരെനിക്കറിയത്തില്ല. 16 വയസ്സിൽ പയ്യനുണ്ടായിരുന്നു. അപ്പോൾ ആ പയ്യനെയാണ് എല്ലാവരും കൂടുതലും അക്യൂസ് ചെയ്തിരുന്നത്. പിന്നെ ഉണ്ടായിരുന്നത് ഇജാസിനെയാണ്. അപ്പോൾ എനിക്ക് എടുത്ത് പറയാനുള്ളത്, ഇജാസിൻ്റെ ലാസ്റ്റ് ഇറങ്ങിയ കോമ്പറ്റീഷനിൽ നിന്ന് ഇങ്ങോട്ടുണ്ടായിരുന്ന ഈ ഒരു 1 ഇയർ ഉണ്ടായിരുന്ന ട്രാൻസ്ഫോർമേഷൻ അത് നാച്ചുറലി പോസിബിളാണ്. ഞാൻ വീണ്ടും പറയുന്നു, ഇവർ സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നൊന്നും എനിക്ക് കംപ്ലീറ്റ്ലി അറിയത്തില്ല. എനിക്ക് ഇവരെ ആരെയും പേഴ്സണലി അറിയത്തില്ല. ഗോകുൽ എന്ന് പറഞ്ഞ പുള്ളി എനിക്കറിയത്തില്ല, ഗോകുൽ ബിജാജിനെ എനിക്കറിയത്തില്ല, ഇജാസിനെ എനിക്ക് പേഴ്സണലി അറിയത്തില്ല. ഈ പറഞ്ഞ പോലെ ഡിയാമോൻ ഫിസിക് എന്ന് പറഞ്ഞ അതിലൊരു ഫസ്റ്റ് അടിച്ചൊരു പുള്ളിയുണ്ട്. അപ്പം അവനെയൊക്കെ എനിക്ക് ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ മെസ്സേജ് അയച്ചിട്ടുണ്ടെന്നല്ല, എൻ്റെ ഒരു രീതിയിലും എനിക്ക് അറിയത്തില്ല. സോ ഞാൻ ഇതാണ് പറയുന്നത്, അവരുടെ ട്രാൻസ്ഫോർമേഷൻ 100% നാച്ചുറലി അച്ചീവബിളാണ്. പക്ഷേ അവർ സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടോ ഇല്ലെന്ന് പറയാൻ ഞാനാളല്ല. ഇനി ഞാൻ ഒരു കാര്യം പറയാം. നമുക്ക് നമ്മുടെ സിറ്റുവേഷൻ ഇൻ ലൈഫ് ഒന്ന് കമ്പയർ ചെയ്യാം. അതായത് ഡയറ്റ്, വർക്കൗട്ട്, ഇങ്ങനത്തെ കുറച്ച് കാര്യങ്ങൾ. നമ്മൾ ഇച്ചിരി കൂടെ പ്രായമുള്ളവർ ചിന്തിക്കുക, അവരിപ്പോൾ ഇച്ചിരി കൂടി യങ്ങർ ജനറേഷനാണ്. നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ നമ്മുടേതായ രീതിയിലാണ് ചിന്തിക്കുന്നത്. അതായത് ഇപ്പം ഞാനിങ്ങനെ ചിന്തിക്കുക, ഓക്കെ, നമുക്ക് വീട്ടിലിതൊന്നും ഫുഡൊന്നും ആ സമയത്ത് ഇല്ലായിരുന്നു, നമ്മുടെ വീട്ടുകാരൊന്നും വലിയ സപ്പോർട്ടീവ് അല്ലായിരുന്നു, നമുക്കൊന്നും ജിമ്മിൽ പോകാനുള്ള കാശ് പോലും ഇല്ലായിരുന്നു, അങ്ങനെ കുറേ ഫാക്ടേഴ്സ് ഉണ്ടായിരുന്നായിരിക്കും. ഇപ്പം എൻ്റെ കേസിലേക്ക് അങ്ങനെയായിരുന്നു. എന്ന് വെച്ചാൽ ജിം എന്നുള്ള കൺസെപ്റ്റിൽ നമ്മളിങ്ങനെ ഒത്തിരി ഫുഡ് കഴിക്കണം, അതായത് അതിങ്ങനെ ആയിരിക്കണം, ഇങ്ങനെ ചിക്കൻ, മുട്ട, അങ്ങനെ ഒത്തിരി ഫുഡ് കഴിക്കുക, അങ്ങനത്തെ കാര്യത്തിലൊന്നും ഒരിക്കലും വീട്ടുകാർ സപ്പോർട്ട് ചെയ്യത്തില്ലായിരുന്നു. അറിയാമല്ലോ, എല്ലാവർക്കും പേടി കാണും, കൊളസ്ട്രോള്, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് വരും. അല്ലാണ്ട് ജിമ്മിൽ പോയി വർക്കൗട്ട് ചെയ്യുന്ന എന്തിനാ, നീ ഇവിടെ കുറച്ച് നടന്നാൽ മതി. അപ്പം അങ്ങനത്തെ മൈൻഡ് സെറ്റുള്ള കുറച്ച് ഫാമിലിയിലുള്ളവർ, ഇനി അതല്ല ജിമ്മിൽ പോകാൻ വേണ്ടി ഫീസ് ചോദിക്കാൻ വീട്ടിൽ നമുക്ക് ചോദിക്കാൻ ഒരു മടി കാണും. അപ്പം അങ്ങനത്തെ ആ ഒരു ഇതും, പിന്നെ നമുക്ക് കിട്ടാവുന്ന ഇൻഫോർമേഷൻ ഭയങ്കര കുറവായിരുന്നു ആ കാലത്തിൽ. എനിക്കിപ്പോൾ 26 വയസ്സുണ്ട്. അപ്പം ഞാൻ പഠിച്ചുകൊണ്ടിരുന്ന ആരും പോയില്ല. അതിപ്പോൾ അവരുടെ ഒരു പ്രായത്തിൽ നമുക്ക് അന്നേരം കിട്ടിക്കൊണ്ടിരുന്ന ഇൻഫർമേഷൻ എന്ന് വെച്ചാൽ ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്ത് യൂട്യൂബൊക്കെ എന്ന് പറഞ്ഞാൽ ഹിറ്റായി വരുന്നൊക്കെ ഉള്ളൂ. അപ്പം അന്നേരം ഈ ഇൻഫർമേഷൻ എല്ലാം കൊടുക്കുന്നവർ ഭയങ്കര ചുരുക്കമായിരുന്നു. ഇപ്പോൾ ചിലർ പറയും 16 വയസ്സിൽ അവൻ എങ്ങനെ ഇത്ര നല്ലൊരു ബോഡി ഉണ്ടായേ. സോ ഞാൻ പറയുന്നത്, ഇപ്പോൾ ഇങ്ങനെ ചിന്തിക്കുക, അവൻ്റെ പേരൻസ് നല്ല സപ്പോർട്ടീവായിരുന്നു, അല്ലെങ്കിൽ അവന് തൊട്ടടുത്തൊരു ജിമ്മുണ്ട്, അവൻ്റെ മൈൻഡ് മസിൽ കണക്ഷൻ, അവന് പെട്ടെന്ന് തന്നെ കാര്യങ്ങൾ മനസ്സിലായി ഇങ്ങനെയാണ് വർക്കൗട്ട് ചെയ്യേണ്ടത്, അവന് സപ്പോർട്ടീവായിട്ട് ഡയറ്റ് എല്ലാം വീട്ടിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ അവൻ തന്നെ നല്ല രീതിയിൽ കുക്ക് ചെയ്യുന്നുണ്ട്, ഇങ്ങനെ എന്തും ആയിക്കോട്ടെ, ഏത് സ്റ്റേറ്റും ആയിക്കോട്ടെ. അപ്പോൾ ഇങ്ങനെ നമുക്ക് ചിന്തിക്കാം. അവനിപ്പോൾ നേരത്തെ ഏർലിയർ തന്നെ തുടങ്ങിയ ഒരാളായിരിക്കണം. വല്ല 12 വയസ്സിലോ 13 വയസ്സിലോ 14 വയസ്സിലോ ആ സമയത്തൊക്കെ തുടങ്ങിയവരാണേലും ഈ പറഞ്ഞ പോലെ ഒരു ചേഞ്ച് ഉണ്ടാവാം. സോ അതാണ് സിറ്റുവേഷൻ ഇൻ ലൈഫ് നമ്മൾ ചിന്തിക്കണം. നമ്മുടെ പഴയ സിറ്റുവേഷൻസ് വെച്ച് നമ്മൾ ഒരിക്കലും കമ്പയർ ചെയ്യരുത്. പിന്നെ ഉള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, സോഷ്യൽ മീഡിയയിൽ കാണുന്ന പിക്ചർ വെച്ചാണ് മിക്കരും അവരെ ജഡ്ജ് ചെയ്യാൻ നിൽക്കുന്നത്. അപ്പം ഞാനൊരു കാര്യം കാണിക്കുക, ഞാനത് സേവ് ചെയ്തിട്ട് എനിക്കറിയാവുന്നതുകൊണ്ട് പലരും ചോദിച്ചപ്പോഴത്തേക്കും ഞാൻ കാണിച്ചൊരു കാര്യമാണ്. ഇതൊരു ഡിയാമോൻ ഫിസിക് എന്ന് പറഞ്ഞ് ഇൻസ്റ്റഗ്രാമിലൊരു കക്ഷിയുണ്ട്. അപ്പോൾ ഇവൻ്റെ ബോഡി ഞാൻ ആദ്യം കണ്ടപ്പോൾ എൻ്റെ ചെറുപ്പത്തിലുണ്ടായിരുന്നൊരു ഫിസിക്കുമായിട്ട് എനിക്കൊരു സാമ്യം തോന്നി. പക്ഷേ അവൻ ഇച്ചിരി കൂടി ബെറ്റർ ആയിട്ട് എനിക്ക് തോന്നി. അപ്പോൾ ഞാൻ അവൻ്റെ അടുത്ത് അന്നേ പറഞ്ഞത്, നീ കണ്ടിന്യൂ ചെയ്തോ, ഇപ്പം നിൻ്റെ സൈസിൽ നിൽക്കുന്നതിൽ നീ കുറച്ചും കൂടി ലീൻ ബൾക്ക് ചെയ്യണം, നിൻ്റെ ബോഡിയിൽ അടിപൊളിയായിട്ട് വരുമെന്ന് ഞാൻ നല്ല രീതിയിൽ മോട്ടിവേറ്റ് ചെയ്തിരുന്നു. അപ്പോൾ
ഈ ഒരു വീഡിയോസ് കൂടുതൽ വന്നപ്പോഴും എല്ലാവരും ഇജാസിനെ ടാർഗറ്റ് ചെയ്തപ്പോൾ ഞാൻ കാണിച്ചൊരു കാര്യം എന്ന് പറയുന്നത്, അതിൽ ഏത് കാറ്റഗറി ആണെന്ന് എനിക്കറിയത്തില്ല, അതിൽ ഇജാസിന് തേർഡും ഈ പറഞ്ഞ ഡിയാമോന് ഫസ്റ്റും ആയിരുന്നു. നിങ്ങളെല്ലാവരും ഇജാസിനെ എടുത്തു പറയുന്ന ആ ഒരു ഫോട്ടോ ഞാൻ കാണിക്കാം. അതായത് ഒരു മിനിറ്റ്. ഇപ്പം ഈ ഒരു ഫോട്ടോ കണ്ടിട്ടായിരിക്കും എല്ലാവരും കൂടുതലും ജഡ്ജ് ചെയ്യുന്നത്. ഓക്കെ, ഈ ഫോട്ടോ എഡിറ്റഡ് ആണെന്നോ അങ്ങനെയൊന്നും പറയാനല്ല ഞാൻ പോകുന്നത്. ഇത് പ്രൈം കണ്ടീഷനിൽ ക്യാമറയുടെ ഏറ്റവും ബെസ്റ്റ് ഒരു ലുക്കിൽ ഒരു നല്ല ആംഗിളിൽ നിന്ന് കിട്ടിയ ഒരു നല്ല പിക്ചറാണിത്. ഓക്കെ, അതിനർത്ഥം റിയൽ ലൈഫിൽ ഇത്രയും സൈസും, പക്ഷേ നമ്മുടെ കണ്ണിൽ കാണുമ്പോൾ ഈ ഒരാളെ മാത്രം നമ്മൾ കാണും. അപ്പോൾ നമ്മൾ തന്നെ അങ്ങ് ചിന്തിക്കുവാണ് ഇയാൾക്ക് ഇത്രയും ഭയങ്കര സൈസാണെന്നുള്ള രീതിയിൽ. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് പേരെ, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ആരെയും ഡീഗ്രേഡ് ചെയ്യാനോ ആരെയും പൊക്കി പറയാൻ വേണ്ടി അല്ല, ഇത് ജസ്റ്റ് ഒരു കമ്പാരിസൺ കാണിക്കാൻ വേണ്ടി മാത്രമാണ്. വിച്ച് മീൻസ് ലൈക്ക് എന്തുകൊണ്ട് എനിക്ക് ഒരു നാച്ചുറലാണെന്ന് തോന്നുന്നു എന്നുള്ള രീതി മാത്രം, അല്ലാണ്ട് ഞാൻ കൺഫർമേഷൻ പറയുമല്ല. ഇത് ഡിയാമോൻ ഫിസിക് അവൻ തന്നെ ഇട്ട ഒരു റീലിൽ ഞാൻ സ്ക്രീൻഷോട്ട് എടുത്തതാണ്. ഇത് ഞാൻ കാണിച്ചപ്പോൾ എല്ലാവരും ചോദിച്ചു ഇവൻ നാറ്റിയാണോ അല്ലെങ്കിൽ എന്ത് തോന്നുന്നു വെച്ചാൽ ചില ഇവനെ അറിയത്തൂലില്ലാത്ത ആൾക്കാരുണ്ട്. അപ്പോൾ ഇവർ ചോദിക്കും ഇവൻ ജിമ്മിൽ പോലും പോകുന്നതെന്ന് പറയത്തില്ല, അങ്ങനത്തെ ഒരു ഇത് ആദ്യം വന്ന്. അപ്പോൾ ഞാൻ അത് കഴിഞ്ഞ് കാണിച്ചതെന്ന് വെച്ചാൽ ഗോകുൽ ബിജരാജിൻ്റെ കൂടത്തെയാവുന്ന ഒന്ന് പോസ്റ്റ് ചെയ്യുന്നൊരു സംഭവമുണ്ട്. അതിൽ ഇവൻ്റെ സ്ട്രയേഷൻസും കാര്യങ്ങളും എല്ലാം ഒത്തിരി കൂടുതലാണ്. പക്ഷേ ഒരു കാര്യം ആലോചിക്കണം, റിയൽ ലൈഫിൽ അവനുണ്ടായി, അതെൻ്റെ ഫോട്ടോ അല്ലേ, അത് റിയൽ ലൈഫിൽ അവനുണ്ടായിരുന്ന ആ ഒരു ഇതിൽ ആ ഒരു വീഡിയോയിൽ അത്രയും പറഞ്ഞ് തെളിഞ്ഞൊന്നും കാണത്തില്ല. അതുമാത്രമല്ല ഓൺ സ്റ്റേജ് വന്നപ്പം ഈ ഒരു വീഡിയോ നിങ്ങൾ അവൻ്റെ അക്കൗണ്ടിൽ പോയി നോക്കണം. അതായത് ഇത് അവൻ സ്റ്റേജിൽ കയറി പോകേണ്ടായിരുന്ന ഫോട്ടോയും ഈ തൊട്ടടുത്ത് നിൽക്കുന്ന ഇജാസാണ്. ഓക്കെ, നിങ്ങൾ ആ ഒരു സോഷ്യൽ മീഡിയയിൽ കണ്ട ആ ഒരാളെയും ഈ ഒരു സ്റ്റേജിൽ നിൽക്കുന്ന ഒരാളെയും കമ്പയർ ചെയ്യുക. അപ്പോൾ നിങ്ങൾ ജസ്റ്റ് സോഷ്യൽ മീഡിയയിൽ കണ്ട 1-2 ഫോട്ടോ വെച്ച് മാത്രം ഒരാളെ ജഡ്ജ് ചെയ്ത് അയാൾ സ്റ്റെറോയിഡാണ് അങ്ങനെ പറയാൻ നിൽക്കരുത്. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ഒരാളുടെ ബൾക്കിംഗ് സ്റ്റേജിലെ ഫിസിക്കും കട്ടിങ് സ്റ്റേജിലെ ഫിസിക്കും വെച്ചിട്ട് നമ്മൾ പറയരുതോ ഇത്ര പെട്ടെന്നൊന്നും ട്രാൻസ്ഫോർമേഷൻ ഇങ്ങനെ ചെയ്യാൻ പറ്റത്തില്ല. കാരണം അകത്ത് കിടക്കുന്ന മസിൽ ക്വാളിറ്റി എത്ര ഉണ്ടെന്ന് അത് ആ ഒരു ബൾക്ക് ചെയ്ത് നിൽക്കുന്ന ആ ഒരു സ്റ്റേറ്റിൽ നിന്ന് കട്ട് ചെയ്യുമ്പോൾ മാത്രമേ കാണാൻ പറ്റുള്ളൂ. ഞാൻ ഒരു ഉദാഹരണം കാണിക്കാം. ഇത് ജോയൽ കെല്ലറ്റ് എന്ന് പറയുന്നൊരു വ്യക്തി, ഡിയോണും ഇങ്ങേരുമാണ് നാച്ചുറൽ അർണോൾഡ് എന്നറിയപ്പെടുന്നത്. ഈ ഒരു ഫോട്ടോ സൂം, ഇത് കണ്ടോ, ഇത് 12 വീക്സിൻ്റെ ഡിഫറൻസ് ആയത്. പുള്ളി വൺ ഓഫ് ദ ടോപ്പ് നാച്ചുറൽ ബോഡി ബിൽഡേഴ്സാണ്, വർഷങ്ങളായിട്ട് ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ചെറിയ ട്രാൻസ്ഫോർമേഷൻ കണ്ടു കഴിയുമ്പോൾ ആരായാലും പെട്ടെന്ന് നോക്കുമ്പോഴത്തേക്കും ഭയങ്കര സ്റ്റെറോയിഡ് എടുത്തത് അല്ലാണ്ട് ഇങ്ങനെയൊന്നും വരത്തില്ല, ഇത്രയും മസിൽ ക്വാളിറ്റി വരത്തില്ല. പക്ഷേ ആ ഒരു ഫാറ്റിനകത്ത് കിടന്നിരുന്ന മസിലിൻ്റെ ക്വാളിറ്റിയാണ് ഇത്രയും. പുള്ളി ജസ്റ്റ് ഫാറ്റ് ലോസ് ചെയ്തതേ ഉള്ളൂ. അതും പുള്ളി പറഞ്ഞു ഈ ഒരു പോയിന്റിൽ പുള്ളിക്ക് വെയിറ്റ് ഒന്നും ലോസ് ആയിട്ടില്ല, ഫാറ്റ്സ് മാത്രം പ്രോപ്പറായിട്ട് പയ്യെ ടൈം എടുത്ത് കട്ട് ചെയ്തിട്ടേ ഉള്ളൂ. അപ്പം അങ്ങനത്തെ കുറച്ച് ഫാക്ടേഴ്സും ഉണ്ട്. അതായത് ബൾക്ക് ചെയ്തിരുന്ന ഫിസിക്ക്, ഇജാസിൻ്റെ സമയത്ത് ബൾക്ക് ചെയ്തിരുന്ന ഫിസിക്ക് കണ്ടു കഴിഞ്ഞാൽ ആരായാലും എൻ്റെ ജിമ്മിൽ പോകുന്നതാണ് അങ്ങനത്തെ രീതി വരെ ചോദിച്ചു പോകും. അപ്പോൾ അങ്ങനത്തെ ഒരു രീതിയിൽ നിന്നാണ് കട്ട് ചെയ്ത് വന്നത്. പിന്നെ ഉള്ളത് ഇതേ വഴി നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ജേണിയിൽ ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുണ്ട്, ഞാൻ ഈ 16-17 വർഷം എന്ന് പറയുമ്പോഴത്തേക്കും ഈ 16-17 വർഷമൊന്നും ഞാൻ പ്രോപ്പറായിട്ടൊന്നും ചെയ്തിട്ടില്ല. പക്ഷേ എൻ്റെ ബേസ് തുടങ്ങിയത് അവിടെ നിന്നാണ്. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും 16-17 വർഷം ഇട്ടിട്ടുള്ളത്. അതായത് 4ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയം നമ്മൾ തുടങ്ങി വെച്ചപ്പോൾ ഫുള്ള് ബോഡി വെയിറ്റ് വർക്കൗട്ടായിരുന്നു. എന്നും നമ്മൾ എണ്ണം വെച്ചിട്ടുണ്ട്, ലൈക്ക് പുഷപ്പ് ഇത്ര എണ്ണം, ഇൻക്ലൈൻ പുഷപ്പ് ഇത്ര എണ്ണം, അങ്ങനത്തെ കാര്യങ്ങളില്ലായിരുന്നു. പക്ഷേ നമ്മുടെ സ്ലീപ്പ്, ഡയറ്റ് ഇതൊന്നും പ്രോപ്പർ അല്ലായിരുന്നു. ആദ്യമായിട്ട് എനിക്ക് ഡയറ്റും കാര്യം എല്ലാം പ്രോപ്പറായത് ബിടെക് ഫുള്ള് ഫിനിഷ് ചെയ്ത്, അതായത് ഒരു 3 വർഷം മുന്നേ 4 വർഷം മുന്നെയാണ് എൻ്റെ ഡയറ്റും സ്ലീപ്പും എല്ലാം ഞാൻ ട്രാക്ക് ചെയ്ത് പ്രോപ്പറാകാൻ തുടങ്ങിയത്. അതുകൊണ്ട് തന്നെ എനിക്ക് പറയാൻ പറ്റുന്നത് ഒരു 1 ഇയറോ 2 ഇയറോ ടൈം എടുത്തു കഴിഞ്ഞാൽ ഇങ്ങനൊരു നല്ല ഫിസിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നതാണ്. നാച്ചുറലി പോസിബിളായിട്ടൊരു ഫിസിക്കാണ് ആ ഒരു സ്റ്റേജിൽ ഇറങ്ങി എല്ലാവരും പ്രസൻറ്റ് ചെയ്തേക്കുന്നത്. ഇപ്പം ഞാൻ കാണിച്ചതാണ് ഇപ്പം പ്രൊഫഷണൽ എന്നുള്ള എക്സാമ്പിൾസ്. ഇനിയിപ്പോൾ ഉള്ളതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നാച്ചുറൽ എന്ന് പറയുമ്പോൾ ഒരാളുടെ പൊട്ടൻഷ്യൽ എന്തേലും ഉണ്ടെന്നുള്ളതാണ് മിക്കവരുടെ ഒരു ചോദ്യചിഹ്നം. അപ്പം ഞാൻ ആദ്യം പുറത്തുള്ള കുറച്ച് ആൾക്കാരെ കാണിക്കാം. അപ്പം അവരെ ഞാൻ കാണിക്കുമ്പം ഒരാൾ സാമുവൽ എന്നാണ് പേര്. പുള്ളി ഇത് നിങ്ങൾക്ക് കാണാൻ പറ്റുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഒരു മിനിറ്റ്, ഞാൻ അല്ലാണ്ട് കാണിക്കാം, തിരിക്കട്ടെ. ഓ ഡാർക്ക് ഭയങ്കര വെട്ടമാണല്ലോ. ഒരു കാര്യം ചെയ്യും, ഞാനിത് സ്ക്രീനിൽ കാണിക്കാം. ഇത് ഞാൻ കോപ്പി ചെയ്ത് ഞാൻ സ്ക്രീനിൽ കാണിക്കാം.
ഇനി ഉള്ള ഫോട്ടോസും കാര്യങ്ങളും എല്ലാം ഞാൻ സ്ക്രീനിൽ കാണിക്കുക, അല്ലെങ്കിൽ നിങ്ങൾക്ക് അത് വ്യക്തമാകത്തില്ല. അപ്പോൾ ഇങ്ങനെ ശരിക്കും പറഞ്ഞാൽ പീക്ക് ഒരു നാച്ചുറൽ ലുക്ക് എത്തിയിട്ട് പുള്ളി പിന്നെ ചെയ്തത്, പുള്ളി പറഞ്ഞു ഇനി എൻ്റെ സ്വപ്നം ഒളിമ്പിയാണ്. അന്ന് തൊട്ട് പുള്ളി സ്റ്റെറോയിഡ് യൂസ് ചെയ്യുമെന്നും പറഞ്ഞ് സ്റ്റെറോയിഡ് യൂസ് ചെയ്യാൻ തുടങ്ങിയപ്പോൾ തൊട്ട് ഹ്യൂജ് ഡിഫറൻസ് ആയിരുന്നു. ഇതുപോലെ തന്നെ വേറൊരാളെയും കൂടെ ഞാൻ കാണിക്കാം. പുള്ളിയുടെ പേര് ജാക്കിൻസ്ലി എന്നെങ്ങാണ്ടാണ്, ജാക്കിൻസ്ലി ക്ലോ. പുള്ളിയും ഇതേപോലെ തന്നെ, അതും ഞാൻ അല്ലാണ്ട് സ്ക്രീനിൽ കാണിക്കാൻ ജസ്റ്റ് ഒന്ന് കാണിക്കുന്നേ ഉള്ളൂ. ഇപ്പോൾ സ്റ്റെറോയിഡ്സിലാണ്. പക്ഷേ പുള്ളിയും പീക്കിനായിട്ട് പ്രോ കാർഡൊക്കെ കിട്ടിക്കഴിഞ്ഞിട്ടാണ് പുള്ളി ഇതുപോലെ ഓക്കെ നമുക്ക് അച്ചീവ് ചെയ്യാനുള്ളത് ഇവിടെ നമ്മൾ അച്ചീവ് ചെയ്ത് കഴിഞ്ഞു. അതുപോലെ തന്നെ നിങ്ങൾ ഓർക്കണം, റോണി കോൾമാൻ നാച്ചുറലാണെന്ന് പറഞ്ഞൊരു ഫിസിക്കുണ്ട്. അത് കഴിഞ്ഞ് റോണി കോൾമാൻ എന്ന് മെഡിസിൻ എടുക്കാൻ തുടങ്ങിയെന്ന് പറഞ്ഞ് അന്ന് തൊട്ട് ഹ്യൂജ് ഡിഫറൻസ് ആയിരുന്നു. ഈ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ ഉണ്ടല്ലോ, നമ്മളിങ്ങനെ എത്ര എക്സാമ്പിൾ കാണിച്ചെന്ന് പറഞ്ഞാലും ചിലർ ആദ്യം പറയാൻ പോകുന്നതെന്നറിയോ, അതൊക്കെ സുപ്രീം ജെനറ്റിക്സ് ആണ് ബ്രോ, അതൊക്കെ പുറത്തുള്ളവർക്ക്, നമ്മുടെ നാട്ടുകാർക്കൊക്കെ ഇതൊന്നും പറ്റത്തില്ല ബ്രോ. ഞാനിവിടെ വന്നിട്ട് ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇവിടെ ഫുഡിൻ്റെ അവൈലബിലിറ്റി മാത്രമാണ് കൂടുതൽ. ഇപ്പം നമ്മുടെ നാട്ടിലെ പോലെ തന്നെ ജനിച്ച് വന്നു കഴിയുമ്പം പൊക്കമുള്ള പിള്ളേരുണ്ട്, പൊക്കം കുറഞ്ഞ പിള്ളേരുണ്ട്, അതുപോലെ തന്നെ വണ്ണമുള്ള പിള്ളേരുണ്ട്, വണ്ണം കുറഞ്ഞ പിള്ളേരുണ്ട്, വളരും തോറും അത് വ്യത്യാസം വരുന്ന പിള്ളേരുണ്ട്. അവിടുന്ന് ഇവിടുന്ന് നമുക്ക് ഒത്തിരി അങ്ങനെ പറയാൻ മാത്രമുള്ള വലിയ വ്യത്യാസമൊന്നുമില്ല. മസിൽ ഫ്രെയിം ബിൽഡ് ചെയ്യാനുള്ളത് വ്യത്യാസം കാണും, പക്ഷേ ഏറെക്കുറെ എല്ലാം സെയിം തന്നെയാണ്. ഇപ്പോൾ എൻ്റെ ജിമ്മിലാണെങ്കിൽ പോലും നമ്മൾ കമ്പയർ ചെയ്യുമ്പം നമ്മളും ഒക്കെ ആയിട്ട് കമ്പയർ ചെയ്യാൻ വരുന്ന ചുരുക്കം ചില ആൾക്കാർ, അത് കൂടുതലും ബ്ലാക്സ് ആണുള്ളത്. അപ്പോൾ നമുക്ക് ആദ്യമേ നമുക്ക് നോട്ട് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ 1920s അതായത് സ്റ്റെറോയിഡ്സ് ഒക്കെ ഉണ്ടാകുന്നതിന് മുന്നേ ഉള്ള ഈ വൈറലായ ഒത്തിരി നാൾ മുന്നേ ഉണ്ടായിരുന്നു, ഇവരൊക്കെ പഴയ ഇന്ത്യൻ ബോഡി ബിൽഡേഴ്സാണ്. ഇവരുടെ എല്ലാം ഞാൻ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. പക്ഷേ അവരെപ്പറ്റി ഡേറ്റയൊന്നുമില്ല, ലൈക്ക് എത്ര നാൾ അവർ ട്രെയിൻ ചെയ്തു, ആരൊക്കെയാണെന്നുള്ള ഡേറ്റ, ഇതൊക്കെ പഴയ സംഭവങ്ങളാണ്. ഓക്കെ, അതാണ് ഒരു കാര്യം. അതായത് സുപ്രീം ജെനറ്റിക്സ് ആണ് ഇങ്ങനത്തെ ഇതാണെന്നൊക്കെ. പിന്നെ ഉള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവരൊക്കെ നാച്ചുറലായിട്ട് ട്രെയിൻ ചെയ്ത് ഇങ്ങനെ പ്രോ കാർഡ് അടിച്ചവരാണെന്ന് പറഞ്ഞാൽ വേറൊരു കൂട്ടം ആൾക്കാർ എന്ത് പറയും? അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ, റോണി കോൾമാൻ ഒരു പോയിന്റ് വരെ നാച്ചുറലായിരുന്നു, അത് കഴിഞ്ഞിട്ട് സ്റ്റെറോയിഡ് എടുത്തു, അന്നേരം തൊട്ട് ഹ്യൂജ് ഡിഫറൻസ് ആയിരുന്നു. അത് കേൾക്കുമ്പോഴേ ഇവർ തന്നെ പറയും, ഓ അത് വരെ ചെറിയ ഡോസായിരുന്നു, അത് കഴിച്ചിട്ട് ഡോസൊക്കെ കൂട്ടി, അങ്ങനെ പറയുള്ളൂ. പിന്നെ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്തതിൻ്റെ കാരണം തന്നെ എനിക്ക് ആരെയും സപ്പോർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ ആരെയും ഡീഗ്രേഡ് ചെയ്യാൻ വേണ്ടി ഒന്നുമല്ല. എനിക്കിപ്പോൾ പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇങ്ങനെ ഒരു ക്രിറ്റിസിസം നടക്കുമ്പം, അതായത് സോളിഡ് പ്രൂഫ് ഇല്ലാതൊരു ക്രിറ്റിസിസം നടക്കുമ്പം യങ്ങർ ജനറേഷൻ ഫോളോ ചെയ്യുന്ന ഒരു കൂട്ടം ആൾക്കാർ കാണും. ഇപ്പം ഞാൻ പറയാം, ഇപ്പം എൻ്റെ കേസിൽ എനിക്ക് 27K ഫോളോവേഴ്സ് അല്ലെങ്കിൽ 30K ഫോളോവേഴ്സ് അടുത്തുണ്ടെന്ന് വിചാരിക്കുക. അതിലൊരു ഭൂരിഭാഗം ആൾക്കാർ യങ്ങർ ജനറേഷൻ ആണെങ്കിൽ അവരെന്നെ കാണുന്നതിൻ്റെ ഒരു റീസൺ തന്നെ നാച്ചുറലി ഇത് പോസിബിളാണ് എന്ന് വിശ്വസിച്ചുകൊണ്ടാണ് ഫോളോ ചെയ്യുന്നത്. സോ ഇങ്ങനെ ഒരു പ്രശ്നം നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് അവരെ സംബന്ധിച്ചോളം ഇപ്പോൾ കൺഫ്യൂഷനായിരിക്കും. അപ്പോൾ ഇതിനിടയ്ക്ക് വേറെ കുറച്ച് ആൾക്കാരുണ്ട്, അതായത് മക്കളെ മെഡിസിൻ എടുത്താലേ ഇങ്ങനെയൊക്കെ പറ്റുള്ളൂ, നിങ്ങൾ മെഡിസിൻ മേടിക്കണം, അല്ലെങ്കിൽ അവരുടെ കയ്യിൽ അവർ സെയിൽസ് നടത്തുന്നവരായിരിക്കും. അപ്പോൾ അവരിങ്ങനെ പറയുമായിരിക്കും, അല്ലെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് മേടിക്കണം, അല്ലെങ്കിൽ ഞാനൊരു സാധനം സജസ്റ്റ് ചെയ്യാം, അങ്ങനെയൊക്കെ ചെയ്യുന്ന ഒത്തിരി ആൾക്കാരും ഉണ്ട്. സോ ഞാൻ ഈ ഒരു വീഡിയോ ചെയ്യുന്നതിൻ്റെ മെയിൻ റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നാച്ചുറലി അന്ന് ആ കോമ്പറ്റീഷന് വന്ന എല്ലാ ഫിസിക്കും അച്ചീവബിളാണ് 100% ഉറപ്പിച്ച് പറയാൻ വേണ്ടിയാണ്. പക്ഷേ അവർ സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടോ ഇല്ലയോ എന്നുള്ളത് അവർക്ക് മാത്രം അറിയാവുന്നൊരു കാര്യമാണ്. ഇനി നമുക്കുള്ളൊരു ടോപ്പിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നമുക്ക് ഇതിൻ്റെ സൈക്കോളജിക്കൽ എഫക്ട്സിനെ പറ്റി നോക്കാം. സൈക്കോളജിക്കൽ എഫക്ട്സ് എന്ന് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പം നിങ്ങൾ ഡിയോൻ്റെ ഒരു സമയത്തെ കേസിനെ പറ്റി കേട്ടിട്ടുണ്ടോ എന്ന് എനിക്കറിയത്തില്ല. ഈ ഒരു സമയം ഞാൻ ചിക്കനും കൂടെ കുക്ക് ചെയ്യട്ടെ. അതായത് അതായത് ഡിയോണ് HSF എന്ന് പറഞ്ഞൊരു ഇതിൽ കോമ്പീറ്റ് ചെയ്തു. അത് ജീത് സലാൽ എന്ന് പറയുന്ന ലൈഫ് ടൈം നാച്ചുറൽ അറിയപ്പെടുന്ന ഒരു പുള്ളിയുടെയാണ്. അപ്പോൾ പുള്ളി എന്ത് ചെയ്തു, പുള്ളി ഡിയോൻ്റെ ടെസ്റ്റ് റിസൾട്ട് ആദ്യം വന്നപ്പോഴത്തേക്കും പുള്ളിയുടെ HSF എന്ന് പറഞ്ഞാൽ അതിന് ഇത്തിരി റീച്ച് കിട്ടാൻ വേണ്ടി പുള്ളി അതങ്ങ് ഡിലേ അടിപ്പിച്ചു. ആദ്യം ഡിയോണ് ഫേക്ക് നാറ്റിയാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങ് ഡിലേ അടിപ്പിച്ച് ഒരു റിപ്പോർട്ടൊക്കെ അങ്ങ് ഇറക്കി. അത് കഴിഞ്ഞിട്ട് ഒറിജിനലുള്ള റിപ്പോർട്ട് വരാൻ വേണ്ടി നല്ല ഡിലേ അടിപ്പിച്ചു. അപ്പോൾ ഈ ഒരു സമയത്ത് അവിടെ ഡിയോൺ ശരിക്കും എന്നാ സംഭവിച്ചത്, ഡിയോൻ്റെ ഫേസ്ബുക്ക് പേജ് ഒന്ന് എടുത്ത് നോക്കണം. എത്ര വർഷങ്ങൾ കൊണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയൊരു സാധനമാണ്, അത്രയും ഫിസിക്ക്. അത് നിങ്ങൾ ഒരു പോയിന്റ് പോലും പുള്ളിക്ക് ഇന്നൊരു ഫിസിക്ക് ഉണ്ടായിട്ട് നാളെ ഒരു വലിയ സംഭവം ഉണ്ടായി വന്നതല്ല. അപ്പം പുള്ളിയെ സംബന്ധിച്ചുള്ള ആ ഒരു പോയിന്റിൽ പുള്ളി പറഞ്ഞിട്ടുണ്ട്, പുള്ളി ഭയങ്കര ഡിപ്രസ്ഡായി. നിങ്ങളിപ്പോഴും ആ പ്രൊഫൈലിൽ പോയി നോക്കി കഴിഞ്ഞാൽ ഒരു വീഡിയോ കിടപ്പുണ്ട്, ഒരു റീല് ഫുള്ള് കിടപ്പുണ്ട് അതിനെപ്പറ്റി. അപ്പോൾ പുള്ളിക്ക് ഭയങ്കര പ്രശ്നമായിരുന്നു, പുള്ളി ഇന്നും ഇരുന്ന് കരയുമായിരുന്നു. പുള്ളിക്കാണെങ്കിൽ അവൻ്റെ വീട്ടുകാരോട് പോലും സംസാരിക്കാൻ ഓപ്പണായിട്ട് സംസാരിച്ച് എപ്പോഴും ഇത് കരയുമായിരുന്നു, പുറത്തെല്ലാം ഇറങ്ങി ഫേസ് ചെയ്യാൻ ഭയങ്കര ഇതായിരുന്നു. അപ്പോൾ നമ്മൾ അങ്ങനെയും കൂടെ ചിന്തിക്കണം. എല്ലാവരും മെൻ്റലി ഭയങ്കര സ്ട്രോങ് ആയിരിക്കണമെന്നില്ല. ഇപ്പോൾ ചിലർ ചിന്തിക്കുന്ന ഇങ്ങനെയായിരിക്കും, അങ്ങനെ പറഞ്ഞോ കൊള്ളാം, ഒരു അച്ചീവ്മെൻറ്റ് ഇരിക്കട്ടെ, അങ്ങനെ ചിന്തിക്കും. വേറെ കുറച്ച് പേര് ഈ പറഞ്ഞ പോലെ ലൈക്ക് ജസ്റ്റ് അങ്ങ് അവോയ്ഡ് ചെയ്ത് വിടും, ഒന്നും മൈൻഡ് ചെയ്യത്തില്ല. പക്ഷേ വേറെ ചില ആൾക്കാർ ഇങ്ങനെയുള്ളവരും കാണും.
ലൈക്ക് ഭയങ്കര സെൻസിറ്റീവ് ആയിരിക്കും എന്ന് പറയുമ്പോഴത്തേക്കും അവരെങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് പറയാൻ പറ്റത്തില്ല. ഇപ്പോൾ അവർ ശരിക്കും അറിഞ്ഞുകൊണ്ടൊന്നും ചെയ്ത് കാണത്തില്ല. അപ്പോൾ എല്ലാവരും കൂടി ചേർന്ന് ഒരാളെ ഇങ്ങനെ ഒരു സോളിഡ് പ്രൂഫും ഇല്ലാണ്ട് ഒത്തിരി ഇങ്ങനെ ആക്ഷേപിച്ച് കഴിഞ്ഞാൽ അവർ മെൻ്റലി ഭയങ്കര ഡൗൺ ആയി പോകും. അങ്ങനെ ചെയ്യുന്നത് ഭയങ്കര മോശമാണ്. ഇപ്പോൾ അവരെ സംബന്ധിച്ചോളം അവർ ഇത് ചെയ്യാൻ ഉദ്ദേശിച്ചത് തന്നെ അവരുടെ ഒരു പാഷൻ കാരണം. പിന്നെ കുറേ പേരെ മോട്ടിവേറ്റ് ചെയ്യണം, അവർക്ക് ഇങ്ങനെ ചെയ്യാൻ പറ്റുമെന്നുള്ളൊരു മോട്ടിവേറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ ഡിയോൻ്റെ കേസിൽ എന്നാ സംഭവിച്ചത്, രണ്ടാമത് വന്നിട്ട് അടുത്ത ടെസ്റ്റ് വന്നപ്പോഴത്തേക്കും ഇവർക്ക് ജനറ്റിക്കലി ലൈക്ക് വീട്ടിലെല്ലാവർക്കും ഉള്ളൊരു സംഭവമാണത്. അതിനെയാണ് ഇവർ കുത്തിപ്പോക്കി അത്രയും നാൾ ഇവനെ ക്രൂശിച്ചത്. അപ്പോൾ അങ്ങനത്തെ കുറേ സംഭവങ്ങളും കൊണ്ട് സോ നമ്മൾ ഒരിക്കലും ഒരാളെയും ജഡ്ജ് ചെയ്യുന്നതിന് മുന്നേ നമ്മളൊരു സോളിഡ് പ്രൂഫ് ഇല്ലാണ്ട് ഇപ്പോൾ നാളെ ഒരാളുടെ അടുത്ത് വന്നിട്ട് പറയുക ദേ ഇജാസ് കുത്തുന്നത് കണ്ടോ എന്ന് പറഞ്ഞാൽ ഐ എഗ്രി. ഇനി അതല്ല ദേ ഇജാസിൻ്റെ കൂടെയുള്ള ഒരാളാണ്, ഇവനാണ് അവർക്ക് മെഡിസിൻ കൊടുക്കുന്നത്, അവർക്കറിയാം എന്ന് പറഞ്ഞാൽ ഐ എഗ്രി. അങ്ങനത്തെ ഒരു സോളിഡ് പ്രൂഫില്ല നമ്മൾ ഒരിക്കലും ഈ സമയം കൊണ്ട് ഇത് ഇത്ര പറ്റത്തില്ല, ആ ഷോൾഡർ കണ്ടോ അത് ശരിയല്ല, നമ്മൾ ഒരിക്കലും ഇങ്ങനത്തെ ഒരു ജഡ്ജ്മെൻറ്റ് നടത്തരുത്. ഈവൻ ഇതല്ല, നമ്മളൊരു ന്യൂസ് പടത്തുമ്പോഴത്തേക്ക് ഇപ്പോൾ ചില സിനിമകളിൽ തന്നെ നമ്മളിപ്പോൾ അത് കാണാൻ പറ്റും. ഇപ്പോൾ ഈയിടെ ഒരു ദിലീപിൻ്റെ ഒരു പടം ഇറങ്ങിയില്ലായിരുന്നോ, മറ്റേ വൈഫ് സോഷ്യൽ മീഡിയയിൽ ഭയങ്കര ആക്റ്റീവായിട്ടുള്ള അങ്ങനത്തെ ഒരു ഇത്. അതിനകത്ത് നിങ്ങൾ ശ്രദ്ധിച്ചായിരുന്നു, അവരൊരു ഷോപ്പ് നടത്തുന്ന അവരുടെ കടയ്ക്കെതിരെ അവളൊരു വ്ളോഗൊക്കെ ചെയ്യുമ്പോഴത്തേക്കും നെഗറ്റീവിൻ്റെ പുറകെ എല്ലാവരും പോയിട്ട് അവർക്ക് ഭയങ്കര സീനാകത്തില്ലേ? ഏറെക്കുറെ ആ ഒരു സിനിമ കണ്ടപ്പോൾ നിങ്ങൾക്ക് എന്തായാലും ഫീൽ ചെയ്തത്? ഞാൻ ഇപ്പോഴും പറയുന്നത്, ഞാൻ ഒരാളെ എടുത്ത് സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയില്ല, പക്ഷേ കോൺക്രീറ്റ് പ്രൂഫ് ഇല്ലാണ്ട് ഒരാളെ അങ്ങനെ ചെയ്യരുത്. അതാണ് എൻ്റെ ഒരു ഒപ്പീനിയൻ. ഞാനൊരിക്കലും അങ്ങനെ ഒന്നിത് കേട്ടെന്നും പറഞ്ഞുകൊണ്ട് അത് എത്ര വലിയ ഫിസിക്കുള്ളതാണെങ്കിലും അവർ നാച്ചുറലാണെന്ന് പറഞ്ഞ് ഞാനത് നാച്ചുറലാണെന്ന് വിശ്വസിക്കത്തേ ഉള്ളൂ. കാരണം അവരത് ശരിക്കും നാച്ചുറലായിട്ട് ഉണ്ടാക്കിയതാണെങ്കിൽ അവരുടെ എങ്ങനെ അഫക്റ്റ് ചെയ്യുമെന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ടെസ്റ്റുകളും കള്ളം പറയും. അതിപ്പം സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടെങ്കിലും കള്ളം പറയും, സ്റ്റെറോയിഡ് എടുത്തിട്ടില്ല ഈ ലൈറ്റിൽ വൃത്തികേടാ, സ്റ്റെറോയിഡ് എടുത്തിട്ടില്ലെങ്കിലും കള്ളം പറയുന്ന സിറ്റുവേഷൻ വന്നിട്ടുണ്ട്. ഫോർ എക്സാമ്പിൾ നമ്മൾ നോക്കുവാണെങ്കിൽ ട്രെയിൻ വിത്ത് RC, രോഹിത് ചൗഹാൻ്റെ ടെസ്റ്റ് റിസൾട്ട് ആദ്യം നെഗറ്റീവായിട്ട് വന്നു. രോഹിത് ചൗഹാൻ്റെ ആയിരുന്നു മോഹിത്തിൻ്റെ ആയിരുന്നു, അവരിൽ ബ്രദേഴ്സിൽ ഒരാളുടെ ഇത് നെഗറ്റീവായിട്ട് വന്നിട്ട് എന്നിട്ട് രണ്ടാമത് എടുത്തപ്പോഴത്തേക്കും ആ സെയിം ഓർഗനൈസേഷൻ തന്നെ വേറൊന്നും എടുത്തപ്പോഴത്തേക്കും അത് നെഗറ്റീവ് പോസിറ്റീവ് മാറിപ്പോയി. ആദ്യം സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടെന്ന രീതി വന്നു, പിന്നെ സ്റ്റെറോയിഡ് എടുത്തിട്ടില്ല എന്ന രീതി വന്നു. അപ്പോൾ ഇത് നമുക്ക് വിശ്വസിക്കാൻ പറ്റത്തില്ല, ആരെങ്കിലും പറയുന്നത് കേട്ട് നമുക്കതൊന്നും വിശ്വസിക്കാൻ പറ്റത്തില്ല. പിന്നെ ഉള്ളതെന്ന് പറഞ്ഞാൽ ട്രെയിനിങ് മെത്തേഡ്സും ഡയറ്റിൻ്റെ മെത്തേഡ്സുമാണ്. ഇപ്പം നമ്മൾ ചിലപ്പോൾ ചെയ്യുന്നൊരു ട്രെയിനിങ് മെത്തേഡ് അല്ലെങ്കിൽ ഡയറ്റിൻ്റെ മെത്തേഡ് നമ്മുടെ ബോഡിക്ക് വർക്ക് ചെയ്യാത്തൊരു സംഭവമായിരിക്കും. ചിലപ്പോൾ വേറൊരാൾ തുടങ്ങി വെച്ചത് തന്നെ അവരുടെ ബോഡിക്ക് വർക്ക് ചെയ്യുന്നൊരു സംഭവമായിരിക്കും. അപ്പം നമുക്കിതൊക്കെ ട്രയൽ ആൻഡ് എററിൽ കൂടെ മാത്രം മനസ്സിലാകുന്ന കുറച്ച് കാര്യങ്ങൾ. ഇപ്പോൾ ചിലർ വന്ന് ചെയ്ത് തുടങ്ങുമ്പോഴൊക്കെ അവർക്ക് വർക്ക് ചെയ്യുന്ന പെർഫെക്റ്റ് പ്ലാനൊക്കെ ആയിരിക്കും ചെയ്യുന്നത്. ലൈക്ക് സെറ്റുകളൊക്കെ കറക്റ്റ് ആയിരിക്കും, റിക്കവറി കറക്റ്റ് ആയിരിക്കും, ഡയറ്റൊക്കെ പ്രോപ്പർ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇൻഡിവിജ്വൽസും ഉണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതിൽ ഈ ഫോറിൻ ആൾക്കാരും നമ്മൾ തമ്മിലുള്ള ഡിഫറൻസ് നോക്കിക്കഴിഞ്ഞാൽ നമുക്കിപ്പോഴും എന്നാ പറയുന്നത്, പഴയ ജനറേഷനെ വെച്ചല്ല ഞാൻ പറയുന്നത്, ഇപ്പോഴത്തെ ജനറേഷൻ കുറേ കൂടി ആക്റ്റീവാണ്. അപ്പോൾ നമ്മൾ ജനറ്റിക്സ് ആണ്, പുറത്തുള്ളവർക്കേ അത് പറ്റുള്ളൂ അങ്ങനെയൊക്കെ പറഞ്ഞുകൊണ്ട് നമ്മളങ്ങനെ ഇരിക്കത്തേ ഉള്ളൂ. നമ്മളെ കൊണ്ട് ചെയ്യാൻ നോക്കിക്കഴിഞ്ഞാൽ നാച്ചുറലി നല്ല രീതിയിൽ പോസിബിളാണ്, അച്ചീവ് ചെയ്യാൻ പറ്റുന്നത് തന്നെയാണിത്. പിന്നെ നമുക്കിനി താഴോട്ട് കുറച്ച് എൻ്റെ ബാക്കി ടോപ്പിക്കുകൾ നോക്കട്ടെ. വേറൊരെണ്ണം, ഞാൻ എന്തുകൊണ്ട് സ്റ്റെറോയിഡ് എടുത്തില്ല. നമ്പർ 1 തിങ്, ഒന്നാമത്തേത് ആദ്യമായിട്ട് തന്നെ ട്രെയിൻ ചെയ്യുന്നത് പറയുന്നത് മിസ്റ്റർ ഇന്ത്യ അടിച്ചൊരു മനുഷ്യനാണ്. ഓക്കെ, അപ്പോൾ ആ പുള്ളിയാണ് എനിക്ക് ആദ്യമായിട്ട് ഡയറ്റും കാര്യങ്ങളും എല്ലാം പറഞ്ഞത്. അതുവരെ എനിക്ക് ഇതിനെപ്പറ്റി പിണ്ണാക്കും അറിയത്തില്ല. കാരണം ഏതൊരു ട്രെയിനറിനോട് ചോദിച്ചാൽ അവരെന്താ പറയുന്നത്, നല്ലപോലെ ഫുഡ് കഴിച്ചു, നല്ലപോലെ വർക്കൗട്ട് ചെയ്തു. ഈ നല്ലപോലെ ഫുഡ് കഴിച്ച് നല്ലപോലെ വർക്കൗട്ട് ചെയ്ത് അതെനിക്കും അറിയാം. ഇതിൽ എന്തേലും ഫുഡ് കഴിക്കണം അതാണ് എനിക്കറിയാത്തത്. ഓക്കെ, അപ്പോൾ നമ്മൾ ചോദിക്കുമ്പോൾ തന്നെ കുറേ റൈസും കുറേ ചിക്കനും, അങ്ങനത്തെ ചിക്കൻ, മുട്ട, ഇത് പാല്, ഇങ്ങനെ കുറേ കഴിക്കണമെന്ന് എനിക്കും അറിയാം. ഇതിന് അളവൊക്കെ ഇല്ലേ, അതൊന്നും ആരും പറഞ്ഞു തരത്തൊന്നുമില്ല. പക്ഷേ നിങ്ങളതൊരു കാര്യം ആലോചിക്കണം, ആ ഒരു പ്രായത്തിൽ ഞാനിപ്പോൾ ഓർക്കുന്നു, അന്നേരം നമുക്ക് അവർ പറഞ്ഞു തരാത്തതിനും ഒരു കാരണമുണ്ട്. നമ്മളിത് ഫോളോ ചെയ്യത്തില്ല, അവരുടെ ടൈം നമ്മൾ വെറുതെ വേസ്റ്റ് ചെയ്യത്തേ ഉള്ളൂ. സ്കൂളിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മളെടുത്ത് പറയുക 10 എഗ് വൈറ്റ്, 5 ഹോൾ എഗ്, 1/2 കിലോ ചിക്കൻ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ഇവിടുന്ന് ഉണ്ടാക്കും. വീട്ടുകാരോട് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇടയ്ക്ക് കിട്ടും അടി. അപ്പം ആ ഒരു സമയം ഞാൻ ഓർക്കുന്നുണ്ട്, ഇപ്പോൾ എൻ്റെ അടുത്ത് അന്നേരം ആരെങ്കിലും ഇങ്ങനെ ഡയറ്റൊക്കെ പറഞ്ഞിരുന്നെങ്കിൽ ഞാനും ആ ഊന്ന് വെച്ചിട്ട് പോകത്തേ ഉള്ളൂ, അല്ലാണ്ട് എന്നെക്കൊണ്ട് കഴിക്കാനൊന്നും പറ്റത്തില്ല. അപ്പോൾ ആ ഒരു വ്യത്യാസം അന്നും ഇന്നും തമ്മിലുണ്ട്. ഇന്നത്തെ ആൾക്കാർക്ക് കുറച്ചും കൂടി ഡയറ്റും കാര്യങ്ങളൊക്കെ സെറ്റാണ് കമ്പാരിറ്റീവ്ലി. പഴയ പോലെ നോക്കുമ്പോൾ ഫുഡിൻ്റെ ഇത് മാറി, ഈവൻ ഫാഷൻ സെൻസ് വരെ മാറി. പണ്ട് നമ്മളെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സ്കൂളിലോ കോളേജിലോ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിട്ടുന്ന സാമാനം വാലി വരിച്ചിട്ട് അങ്ങ് ഇറങ്ങിപ്പോകുന്ന ആ ഒരു ഫീലായിരുന്നു. പക്ഷേ ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മറ്റേ ഫാഷൻ വൈസിൽ കളറ്, ലൈക്ക് ഇടുന്ന ടീഷർട്ട്, ഇതെല്ലാം മാച്ചിങ് എന്നുള്ള രീതിയിൽ അങ്ങനെ എല്ലാം ഇച്ചിരി കൂടി അഡ്വാൻസ്ഡ് ആണ്, എല്ലാം നല്ല രീതിയിൽ ഗ്രോ ആയി. അപ്പം ഞാൻ പറഞ്ഞു വന്നൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഈ മിസ്റ്റർ ഇന്ത്യ അടിച്ചൊരു ഈ പുള്ളിയാണ് എന്നെ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നത്.
അപ്പോൾ ഈ ട്രെയിൻ ചെയ്തുകൊണ്ടിരുന്നൊരു പോയിന്റിൽ തന്നെ എല്ലാവരും പറയാൻ തുടങ്ങി നീ സ്റ്റെറോയിഡ് എടുക്കുന്നുണ്ടെന്നുള്ള രീതിയിൽ. പക്ഷേ ഈ ഒരു പോയിന്റ് എന്ന് പറയുന്നത് ഞാൻ ബിടെക് കഴിഞ്ഞ് എനിക്ക് വേറെ ഒരു പണിയില്ലെന്ന് പറഞ്ഞാൽ ഒരു പണിയില്ല. എൻ്റെ ആകെപ്പാടെ ദിവസത്തെ ഒരു പണി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രാവിലെ 6 മണിയാകുമ്പോൾ എണീക്കും. 6 എണീറ്റിട്ട് ഒരു ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ പുള്ളി പറഞ്ഞ് ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കും. ആ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ച് കഴിഞ്ഞിട്ട് ഞാൻ വീണ്ടും കിടന്നുറങ്ങും 11 മണി വരെ. ഒരു 7 മണിയൊക്കെ ആകുമ്പോൾ കിടന്നു കഴിഞ്ഞാൽ 11 മണി വരെ കിടക്കും, 4 മണിക്കൂർ അവിടെ ഒരു സ്ലീപ്പ്. 11 മണിക്ക് എണീറ്റിട്ട് ഞാൻ ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിക്കും. ഉച്ചക്കത്തേക്കുള്ള ഫുഡ് കഴിച്ച് 2 മണിക്കൂർ ചെയ്തേക്കും ട്രെയിനിങ്ങിനുള്ള സമയമാകും. നേരെ ജിമ്മിൽ, എന്നിട്ട് 2-3 മണിക്കൂർ ചത്ത് കിടന്ന് ജിമ്മിലാണ്. ഞങ്ങളൊരു 3-4 പേരുണ്ട്. നല്ല വർക്കൗട്ടായിരുന്നു. നല്ല വർക്കൗട്ട് എന്ന് വെച്ചാൽ നല്ല കിടുക്കാച്ചി വർക്കൗട്ടായിരുന്നു. ആ വർക്കൗട്ട് കഴിഞ്ഞിട്ട് തിരിച്ച് വന്നിട്ട് നമ്മൾ 2 മീലും കൂടെ കഴിച്ചിട്ട് നമ്മൾ നേരെ കിടക്കാൻ പോകും. 9 മണി എന്നുള്ള സമയമുണ്ടെങ്കിൽ ഫോൺ കട്ട്, ഫോൺ പിന്നെ ഉപയോഗിക്കുന്നില്ല. 10 മണിയാകുമ്പോൾ നമ്മൾ കിടന്നിരിക്കും. 10 മണിക്ക് കിടന്ന് വീണ്ടും ഇതുപോലെ തന്നെ 11, 12, 6 മണി, 6, 2, 8 മണിക്കൂർ സ്ലീപ്പ്. എണീറ്റ് കഴിഞ്ഞിട്ട് കഴിച്ച് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു സ്ലീപ്പ്. അപ്പോൾ എത്രയായി? 8, 4, 12 മണിക്കൂറായിരുന്നു ഒരു ദിവസം എൻ്റെ സ്ലീപ്പ്. അപ്പം എൻ്റെ ഗെയിൻസ് എന്ന് പറയുന്നത് ഭയങ്കര അടിപൊളിയായിരുന്നു. എന്ന് വെച്ചാൽ ഞാൻ നോക്കുമ്പോഴത്തേക്കും ഓക്കെ, ഇപ്പം ഞാൻ ഒരു സാധനമൊക്കെ കിട്ടി ഞാൻ നിന്ന് കഴിഞ്ഞാൽ ഫുള്ള് നിറഞ്ഞാണ് നിന്നിരുന്നത്. അപ്പോൾ എനിക്ക് മനസ്സിലായി ഓക്കെ ഇങ്ങനെ ഒന്നും ആവശ്യമില്ല. പക്ഷേ പുള്ളി അങ്ങനെ എടുത്ത് പറഞ്ഞു നിനക്കിപ്പം മെഡിസിൻ്റെ ആവശ്യമില്ല, നിനക്ക് മെഡിസിൻ ആവശ്യമുള്ളപ്പോൾ ഞാൻ എടുത്ത് പറയാം എന്ന് പറഞ്ഞ് അങ്ങനെ നമ്മളിങ്ങനെ അറിയാമല്ലോ ആ ഒരു പ്രായത്തിൽ നമ്മളെ സംബന്ധിച്ചോളം നമ്മൾ തന്നെ ഇങ്ങനെ നല്ലൊരാളിങ്ങനെ അറിയാവുന്ന ഒരാളിങ്ങനെ പറഞ്ഞു തരാൻ നമ്മളതല്ല ശരി അങ്ങനെ നമ്മളങ്ങ് ചെയ്ത് പോകത്തേ ഉള്ളൂ. ഒക്കെ ഞാനിങ്ങനെ വെയിറ്റ് ചെയ്യുമോ എന്ന് മെഡിസിൻ പറയും അങ്ങനെ പറഞ്ഞ് അങ്ങനെ വെയിറ്റ് ചെയ്തിരുന്ന് അവസാനം എനിക്ക് ഇങ്ങോട്ടുള്ള വിസ വന്നു, ഞാനിങ്ങോട്ട് പോകുന്നു. അതിൻ്റെ ഇടയ്ക്ക് പുള്ളിനോട് നീ മെഡിസിൻ എടുക്കേണ്ട കാര്യമില്ല, നിനക്ക് ഓൾറെഡി നല്ലപോലെ സെറ്റായി വരുന്നുണ്ട്, നീ ഇപ്പോൾ മെഡിസിൻ എടുക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ ഇങ്ങോട്ട് പോകുന്നു. അത് കഴിഞ്ഞാണ് ഞാൻ ഇങ്ങനെ കൂടുതൽ ഇതിനെപ്പറ്റി നോക്കിയത്, ലൈക്ക് എന്താണ് സംഭവം, ഇതിൻ്റെ റിസ്ക്കുകൾ എന്തൊക്കെയാണ്. അതുവരെ നമ്മൾ അങ്ങനെയൊന്നും ചിന്തിക്കുന്നില്ല. അപ്പോൾ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്നത് ചിലപ്പോൾ ഇപ്പോൾ നിങ്ങൾ ഇത്രയോ ഇങ്ങനെ ഹെയ്റ്റ് പടർത്താൻ നേരം ഒരു കൂട്ടം പിള്ളേർ ചിലപ്പോൾ ചിന്തിക്കും ഓക്കെ അപ്പോൾ സ്റ്റെറോയിഡ് കൊണ്ടേ പറ്റുള്ളൂ, എന്നാൽ പിന്നെ നമുക്കും അങ്ങനെ ചെയ്യാം. ശരിക്കും ഞാൻ പറയുന്നത് ശരിക്കും അവരങ്ങനെ ചെയ്തിട്ടില്ലെങ്കിൽ എന്നുള്ള സിറ്റുവേഷൻ കേട്ടോ, ശരിക്കും അവരങ്ങനെ ചെയ്തിട്ടില്ല എന്നുള്ള സിറ്റുവേഷൻ ആണെങ്കിൽ നിങ്ങളാണ് ഇപ്പോൾ അനാവശ്യമായിട്ട് ഒരു കൂട്ടം ജനറേഷനെ നിങ്ങൾ പുഷ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ അവർ ചിന്തിക്കും ഇതുപോലെ ഓക്കെ അപ്പോൾ ഇങ്ങനൊരു സ്കോപ്പ് ഉണ്ട് ഇതിൽ, അപ്പോൾ നമുക്കും ഇങ്ങനെയൊക്കെ തന്നെ ചെയ്യാം, ഒരു കുറച്ചെടുത്തിട്ട് അങ്ങനത്തെ രീതിയിൽ ചിന്തിക്കാൻ തുടങ്ങും ചിലപ്പോൾ പിള്ളേർ. ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ആ ഒരു പോയിന്റിൽ എനിക്ക് പറഞ്ഞു തരാൻ ആളുണ്ടായിരുന്നില്ല, അത് ഇങ്ങനെ ഇതിൻ്റെ റിസ്ക്കുകൾ ഇങ്ങനെയൊക്കെയാണ്, ഇങ്ങനത്തെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെ അന്നേ കേട്ടിരുന്നെങ്കിൽ ഞാൻ അന്നേ അത് അവോയ്ഡ് ചെയ്തേനെ. ഓക്കെ എന്നും വെച്ചോണ്ട് ഞാൻ എടുത്തു എന്നല്ല കേട്ടോ പറയുന്നത്. അപ്പോൾ ഞാൻ അങ്ങനെ ഒരു സിറ്റുവേഷനിൽ അന്ന് പുള്ളി എൻ്റെ അടുത്തൊരു സെറ്റ് തന്നിട്ട് എടുക്കാൻ പറയുന്നത് ഉറപ്പായിട്ട് ഞാൻ എടുത്തിരുന്നേനെ. അപ്പോൾ ഞാൻ ഇന്നത്തെ ഈ നാറ്റി സ്റ്റാറ്റസ് ഒന്നും കാണത്തില്ല. അപ്പോൾ അങ്ങനെ ഞാൻ ഇവിടെ വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അന്ന് പുള്ളി പറഞ്ഞൊരു ഐഡിയ വെച്ച് ഡയറ്റിനെ പറ്റിയൊക്കെ ഒരു ഐഡിയ കിട്ടി. അപ്പോൾ അങ്ങനെയാണ് ഞാൻ ഇതിനെപ്പറ്റി ഇരുന്ന് പഠിക്കാൻ തുടങ്ങിയത്, ഡയറ്റ് എങ്ങനെ സെറ്റ് ചെയ്യണം. അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ശരിക്കും ഇങ്ങനെ നാച്ചുറൽ കമ്മ്യൂണിറ്റി ഉണ്ട്, പണ്ട് തൊട്ടേ നടന്നു വരുന്നൊരു സംഭവമാണ്. അതിൽ തന്നെ ഒത്തിരി അടിപൊളി ആൾക്കാരുണ്ട്, സ്റ്റെറോയിഡ്സ് എടുത്ത ആൾക്കാരുടെ അത്രയും ഒപ്പമുള്ള കൂട്ടി മസിലുള്ള ടോപ്പ് കണ്ടൻറ്റേഴ്സൊക്കെ ഉണ്ട്. പക്ഷേ അതൊക്കെ നേരത്തെ പറഞ്ഞാൽ സുപ്രീം ജെനറ്റിക്സ് ഒക്കെ വരുന്നതായിരിക്കും. ബട്ട് സ്റ്റിൽ ഇറ്റ് ഈസ് അച്ചീവബിൾ നാച്ചുറലി. അതുകൊണ്ടാണ് അന്ന് ഞാൻ സ്റ്റെറോയിഡ് എടുക്കാതെ ഇങ്ങനെ തന്നെ മതി എന്നുള്ള രീതിയിൽ. പിന്നെ ഞാൻ നോക്കിയിട്ട് എന്നെ സംബന്ധിച്ചോളം എനിക്ക് ജസ്റ്റ് ഈ ഒരു ലുക്കിന് വേണ്ടിയുള്ള ഇതാണ്, അല്ലാണ്ട് ഞാനൊരിക്കലും ഒരു വലിയ സ്റ്റേജ് കോൺകർ ചെയ്യാൻ വേണ്ടി തുടങ്ങിയ ഒരാളല്ല. അങ്ങനെ തുടങ്ങിയിരുന്നെങ്കിൽ ഉറപ്പായിട്ടും ഞാൻ സ്റ്റെറോയിഡ് എന്നുള്ള രീതിയിൽ ചിന്തിച്ചേനെ. പക്ഷെ അതല്ലാതെ എനിക്ക് അങ്ങനെ ചിന്തിക്കേണ്ട കാര്യമേ തോന്നിയിട്ടില്ല. ലൈക്ക് ഒരു ആവറേജ് ഒരു നല്ല ഫിസിക്ക് അതും പ്രസൻറ്റബിൾ ആയിരിക്കണം, നല്ലൊരു എസ്തെറ്റിക്കലി പ്രസൻറ്റബിൾ, ലൈക്ക് ഒരു ഫ്രാങ്ക്സൈൻ്റെ ഒക്കെ ഒരു ലുക്കിൽ ആ ഒരു രീതിയിൽ പയ്യെ സമയം എടുത്താൽ എന്നാണേലും നമ്മളെവിടെയെങ്കിലും പോയി ഷർട്ട് കഴിക്കുകയോ അല്ലെങ്കിൽ ബീച്ചിലൊക്കെ പോയി നിന്ന് കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസ് ഫീൽ ചെയ്യണം, അല്ലാണ്ട് നമുക്കൊരു മറ്റേ ഒരു അവിഞ്ഞ ഫീൽ എനിക്ക് തോന്നരുത്. അതിനുവേണ്ടിയാണ് ഞാൻ ശരിക്കും വർക്കൗട്ട് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ അടുത്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സ്റ്റെറോയിഡ് എടുക്കുന്നവരോട് എനിക്ക് നല്ല റെസ്പെക്റ്റും ഉണ്ട്, ഈ പറഞ്ഞ പോലെ തന്നെ. കാരണം അവരെ സംബന്ധിച്ചോളം അവരൊരു കോഴ്സുണ്ട്. കോഴ്സ് മീൻസ് കോഴ്സും വേറെ പറഞ്ഞതൊന്നും മാറിക്കൊണ്ടിരിക്കുന്നു. അവർക്കൊരു കോഴ്സുണ്ട്. ലൈക്ക് അവർ ചിന്തിക്കുന്നത് ഇങ്ങനെയാണ്, നമുക്കിതുകൊണ്ടൊരു കോമ്പറ്റീഷൻ ഇറങ്ങണം, ഓക്കെ നമുക്ക് കപ്പടിക്കണം, ഓക്കെ അപ്പോൾ അവരതിൻ്റെ ഡോസേജ് നോക്കിയൊക്കെ ചെയ്യുന്നു, കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇനി ഇതിനകത്ത് നമ്മളെ മാറ്റി നിർത്താൻ പറ്റുന്ന കുറച്ച് പേരെന്ന് പറഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ചില ആളുകളുണ്ട്. എൻ്റെ അടുത്ത് ചില പിള്ളേർ വന്ന് പറഞ്ഞിട്ടുണ്ട്, ചേട്ടാ ഞാനിപ്പോൾ 10 പഠിക്കുന്നേ ഉള്ളൂ, എൻ്റെ ട്രെയിനർ പറഞ്ഞ് എനിക്ക് ടെസ്റ്റോസ്റ്ററോൺ കുറവാണ്, മസിൽ വരണമെന്നുണ്ടെങ്കിൽ നിനക്ക് ഈ ഒരു മെഡിസിൻ തരാം എന്നൊക്കെ പറഞ്ഞ് ടെസ്റ്റ് സജസ്റ്റ് ചെയ്യുന്നതൊക്കെ രീതി എൻ്റെ അടുത്തൊന്ന് പറഞ്ഞു. അപ്പം അങ്ങനെയുള്ളവരെയാണ് ഞാൻ ആകെപ്പാടെ കളിക്കുന്നത്. അത്രയും ചെറിയ പിള്ളേരെ ചുമ്മാ നോക്കി തന്നെ ടെസ്റ്റോസ്റ്ററോൺ കുറവുണ്ടെന്ന് പറയുന്നത് എന്നെ സംഭവം എന്തോ ഇതൊക്കെ വലിയ കഷ്ടം തന്നെ. അപ്പോൾ അങ്ങനെയുള്ള ട്രെയിനേഴ്സിനോടാണ് എനിക്ക് നല്ല വെറുപ്പുള്ളത്. കാരണം നമുക്ക് അച്ചീവബിൾ ആയിട്ടുള്ള ഫിസിക്ക് ജസ്റ്റ് ഒരു ലുക്കിന് വേണ്ടിയാണെങ്കിൽ, അതായത് നമുക്ക് നല്ലൊരു ഫിസിക്ക് വേണം എന്നൊരാഗ്രഹമുള്ള ഒരാളാണെന്നുണ്ടെങ്കിൽ
ഈ അനാവശ്യമായിട്ട് നമുക്ക് സ്റ്റെറോയിഡ് എടുക്കേണ്ട ഒരു കാര്യമില്ല. പിന്നെ മാത്രമല്ല ചിലർ അപ്പത്തെ ഒരു ആവേശത്തിന് ചുമ്മാ സ്റ്റെറോയിഡ് എടുക്കുന്നവരുണ്ട്. ഇപ്പോൾ നമ്മുടെ കൂടുതൽ കണ്ടില്ല, ഇപ്പോൾ ചിലരൊക്കെ ആണെങ്കിൽ ഇപ്പോൾ ഓൺലൈൻ ട്രെയിനിങ് കൊണ്ടിരിക്കുക. അപ്പോൾ ട്രെയിനിങ്ങിന് ചിലർ ആവേശത്തിന് ഇങ്ങനെ വന്നിട്ട് ട്രെയിനിങ് എടുക്കും. ഒറ്റ ദിവസം കഴിയുമ്പോഴത്തേക്കും പിന്നെ ആളെ കാണത്തില്ല, അല്ലെങ്കിൽ ഒരാഴ്ചത്തേക്കുള്ള സാറ് എല്ലാം പക്കായിരിക്കും, പിന്നെ ആളെ കാണത്തില്ല. അപ്പോൾ ചിലർ അങ്ങനെ ആവേശത്തിന് എടുക്കുന്നവരുണ്ട്. അപ്പോൾ നിങ്ങൾ ഇങ്ങനത്തെ കാര്യങ്ങൾ സ്റ്റാർട്ട് ചെയ്യുന്നതിനാണ് നിങ്ങൾ തന്നെ ആലോചിക്കുക, ശരിക്കും ഇതുകൊണ്ട് നിങ്ങളുടെ എന്നെ ഫ്യൂച്ചർ ഗോൾ എന്താ? അതോ നിങ്ങൾ ജസ്റ്റ് ചുമ്മാ ഒരു സാധനം എടുത്ത് കുറച്ച് നാളത്തെ ഒരു ലുക്കിന് വേണ്ടിയാണെങ്കിൽ വേറെ കാര്യം, നിങ്ങൾ അതുപോലെ നിങ്ങളുടെ ബോഡി അബ്യൂസ് ചെയ്യുവാന്നും കൂടെ ആലോചിക്കണം. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളെല്ലാം നിങ്ങൾ മനസ്സിൽ വെക്കുക. ചുമ്മാ അനാവശ്യമായിട്ട് കണ്ടവരെല്ലാവരും പറഞ്ഞ ചാടി കയറി ചെയ്യരുത്. ഇപ്പോഴും ഞാൻ പറയുന്നു, എഗെയിൻസ്റ്റ് പീപ്പിൾ ഹു ഡു ദാറ്റ് ഫോർ നാച്ചുറൽ ഷോസ്. അതായത് ആ കൂട്ടത്തിൽ ആരെങ്കിലും സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് തെറ്റാണ്, ചെയ്യരുത്. കാരണം ബാക്കി കുറച്ച് ആൾക്കാരുണ്ട് ഒത്തിരി വർഷങ്ങളായിട്ട് കഷ്ടപ്പെട്ട് അങ്ങനെ ആ ഒരു റേഞ്ചിലെത്തുന്നവർ. ഓക്കെ, അപ്പോൾ നിങ്ങളത് ചെയ്തത് കൊണ്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് വേറൊന്നുമല്ല. അപ്പോൾ ബാക്കിയുള്ളവരുടെ കഷ്ടപ്പാടിനെ ഒരു വിലയില്ലാണ്ടായി പോകും. അപ്പോൾ അതങ്ങനെ ചെയ്യാൻ നിൽക്കരുത്. പിന്നെ ഈ കൂട്ടത്തിൽ വേറെ കുറച്ച് ആൾക്കാരുണ്ട്, വർഷങ്ങൾക്ക് മുന്നേ ചിലപ്പോൾ സ്റ്റെറോയിഡ് യൂസ് ചെയ്തതായിരിക്കും, പക്ഷെ അത് കഴിഞ്ഞവർക്ക് മനസ്സിലായി കാണും വേണ്ടായിരുന്നു, ചെയ്യരുതായിരുന്നു. ഓക്കെ, അങ്ങനെ ചിന്തിച്ചിട്ട് സ്റ്റോപ്പ് ചെയ്ത ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെയുള്ളവർക്ക് വേണ്ടി ഇപ്പോൾ ചില ഇപ്പോൾ WNBF ആണെങ്കിൽ ഞാൻ പോയപ്പോൾ അവർ ഇട്ടിട്ടുണ്ടായിരുന്നു, 10 വർഷം മുന്നേ യൂസ് ചെയ്തവരാണെങ്കിൽ അവർക്ക് സീനില്ല, അങ്ങനത്തെ എന്തൊക്കെയോ ഇതൊക്കെ കണ്ടീഷൻസൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യമുണ്ട്, അവർ പോളിഗ്രാഫ് ടെസ്റ്റ് ചെയ്യുമ്പോൾ മറ്റേ ലൈ ഡിറ്റക്ഷനിൽ ഇതൊക്കെ ചോദിക്കും, 10 വർഷം മുന്നേ ആണോ അതിന് മുന്നേ ആണോ, അങ്ങനത്തെ സാധനങ്ങളെല്ലാം ചെക്ക് ചെയ്തിട്ട് സാധനം വിടുകയുള്ളൂ. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളും കൂടെ ഉണ്ട്. പിന്നെ ഇത്രയും നേരം പറഞ്ഞത് എനിക്ക് സമ്മറി ആയിട്ട് എനിക്ക് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നാച്ചുറലായിട്ട് നല്ലൊരു ഫിസിക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ എൻ്റെ കേസിൽ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് ഒത്തിരി ഡ്രോബാക്കുകളുണ്ടായിരുന്നു. അന്ന് ഞാൻ ജസ്റ്റ് ഒരു കാഷ്വൽ ലിഫ്റ്ററായിരുന്നു. ഈ ഒരു കോമ്പറ്റീഷൻ ഇറങ്ങാൻ വേണ്ടി പോയപ്പോൾ മാത്രമാണ് ഞാൻ പ്രോപ്പറായിട്ട് ഇങ്ങനെ കറക്റ്റ് ഇന്ന സാധനം എന്നൊക്കെ നോക്കി ഞാൻ എല്ലാം ട്രാക്ക് ചെയ്ത് പോയത്. അത് കഴിഞ്ഞിട്ടാണ് എനിക്കൊരു ആവേശം ഉണ്ടായത്, ഓക്കെ നാച്ചുറൽ ബോഡി ബിൽഡിങ്ങിൽ എനിക്ക് കുറച്ചും കൂടെ സൈസ് തോന്നി, ഒന്നുകൂടെ ഇറക്കണം. കാരണം എൻ്റെ ആ ഒരു സ്റ്റേജിൽ ഇറങ്ങിയപ്പോഴത്തേക്കും എസ്തെറ്റിക് വൈസിൽ എനിക്ക് എന്നോട് തന്നെ ഒരു ബഹുമാനം തോന്നി. പക്ഷേ എൻ്റെ സൈസ് എനിക്ക് അത്ര ഇതായിട്ട് തോന്നിയില്ല. എൻ്റെ ഹൈറ്റിൽ 181 സെൻറ്റിമീറ്റർ ഉണ്ട്. സോ ഞാൻ 72 കിലോഗ്രാമിലാണ് ഞാൻ അവിടെ ഇറങ്ങിയത്. സോ എനിക്ക് ഇച്ചിരി കൂടെ മസിൽ മാസ് വേണം. മേ ബി ഒരു 85-90 കിലോഗ്രാം ആ ഒരു റേഞ്ചിൽ ഇറങ്ങുവാണെങ്കിൽ അടിപൊളിയായിരിക്കും ഞാൻ വിശ്വസിക്കുന്നു. സോ ഇതാണ് എനിക്ക് ഫൈനലി പറയാനുള്ളത്. ആ കൂട്ടത്തിൽ സ്റ്റെറോയിഡ് എടുത്താലും ഇറങ്ങിയെങ്കിൽ സ്റ്റെറോയിഡ് എടുത്തതിൻ്റേതായിട്ടുള്ള ചേഞ്ചൊന്നും അതിലില്ലായിരുന്നു. ഓക്കെ, അതുകൊണ്ട് വളരെ മോശം. പിന്നെ സ്റ്റെറോയിഡ് എടുത്തിട്ടില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, അടിപൊളി ഫിസിക്കുകളായിരുന്നു. എല്ലാവരും നല്ല പീക്ക് ടൈമിലാണ് നിൽക്കുന്നത്, എല്ലാവരുടെ ഏജ് വെച്ച് എല്ലാവരും. പ്രത്യേകിച്ച് 16 വയസ്സുള്ള പയ്യൻ, പുള്ളി ശരിക്കും നാച്ചുറലാണെങ്കിൽ ഒന്നും പറയാനില്ല, കിട്ടില്ല ഫിസിക്ക്. അതൊരു നമ്മുടെയൊക്കെ പ്രായമാകുമ്പോഴത്തേക്കും വേറെ റേഞ്ച് ആയിരിക്കും ഇങ്ങനെ തന്നെ കണ്ടിന്യൂ ചെയ്താൽ. അതുപോലെ തന്നെ ഇജാസിന് എനിക്ക് പറയാനുള്ളത്, ഇജാസിന് അവരെല്ലാവർക്കും നല്ല ഫിസിക്കാണുള്ളത്. ഇജാസ് അതെ, ഗോകുൽ അതെ. എനിക്കതിൽ എടുത്തു പറയാനുള്ളത് ബാക്കി എല്ലാവരുടെയും ഫിസിക്ക് കൂടെ എനിക്ക് ഏറ്റവും എടുത്ത് പറയാനുള്ളത് ഡിയാമോൻ ഫിസിക്ക്, പിന്നെ ആദർശിൻ്റെ ബാക്ക് മസിൽസ്, ശ്രീഹരിയുടെ ഫുൾ ഓവറോൾ മസ്കുലർ സൈസ്. അങ്ങനെ എടുത്തു പറയാനുള്ള 2-3 പേരാണുള്ളത്. അപ്പം ഇതാണ് എൻ്റെ ഒരു ടേക്ക് ഇതിനെപ്പറ്റി. സോ റൊണാൾഡോ, ഇഫ് യു ആർ വാച്ചിങ് ദിസ് എന്ന് പറയുന്നത്, ഇഫ് ഇജാസ് ഓർ എനിബഡി ഈസ് വാച്ചിങ് ദിസ്, എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇത് അപ് ടു യു ഗൈസ് ആണ്. കാരണം ഇതെൻ്റെ ഒപ്പീനിയനാണ്. ഇത് പേഴ്സണലി ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞു എന്ന് മാത്രം. നിങ്ങൾ നാച്ചുറലാണെന്ന് പറയാനും ഞാൻ ആളല്ല, നിങ്ങൾ നാച്ചുറൽ അല്ല എന്ന് പറയാനും ഞാൻ ആളല്ല. നിങ്ങളുടെ ട്രാൻസ്ഫോർമേഷൻ എല്ലാവരുടെയും ആ ഒരു സ്റ്റേജിൽ വന്ന എല്ലാവരുടെയും ട്രാൻസ്ഫോർമേഷൻ 100% അവരെടുത്ത ടൈമിൽ നാച്ചുറലി അച്ചീവബിൾ ആണ്. സോ ടു ദി യങ്സ്റ്റേഴ്സ് വാച്ചിങ് ദിസ്, നിങ്ങൾ ഇപ്പോൾ ഉള്ള ഒരു വീഡിയോസ് എല്ലാം കണ്ട് നിങ്ങൾ ഡീമോട്ടിവേറ്റഡ് ആകണ്ട. കാരണം അവർ സ്റ്റെറോയിഡ് എടുത്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും ആ ഒരു സ്റ്റേജിൽ വന്ന എല്ലാവരുടെയും ഫിസിക്ക് 100% നാച്ചുറലി അച്ചീവബിൾ ആണ്. അത് ഞാൻ 100% ഉറപ്പ് പറയുന്നു.